ഗുഡ് മോർണിംഗ്. ഗ്രീറ്റിംഗ്സ് ഇൻ ദ പ്രഷ്യസ് നെയിം ഓഫ് ജീസസ്. ഒരു നല്ല ദിവസം കൂടി നമുക്ക് ദൈവം തന്നല്ലോ. അല്പസമയങ്ങൾ വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു ഇന്ന് നമ്മളോടുള്ള ദൈവിക സന്ദേശം അല്പസമയങ്ങൾ നമുക്ക് ധ്യാനിക്കാം. എബ്രായർക്ക് എഴുതിയ ഒന്നാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായിത്തീരുകയും ചെയ്തു. God, after he spoke long ago to the fathers in the prophets in many portions and in many ways, in these last days has spoken to us in his Son, whom he appointed heir of all things, through whom also he made the world. And he is the radiance of his glory and the exact representation of his nature, and upholds all things by the word of his power. When he had made purification of sins, he sat down at the right hand of the majesty on high, having become as much better than the angels, as he has inherited a more excellent name than they. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിൽ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. യേശുക്രിസ്തുവിനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ 16 വാക്യത്തിൽ പറയുന്നു: സ്വർഗത്തിനും ഭൂമിക്കുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകൾ ആകട്ടെ, അധികാരങ്ങൾ ആകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും അവൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അവനിൽ സർവ സമ്പൂർണതയും വസിക്കുവാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടായി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. പ്രിയമുള്ള ദൈവമക്കളെ, സഹോദരന്മാരെ, നാം ഏതെല്ലാം പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണോ, എല്ലാറ്റിനും അവിടെ ഒരു പരിഹാരം കർത്താവ് ഈ വിശുദ്ധ ബൈബിളിൽ കൂടെ നമ്മളെ അറിയിക്കുകയാണ്. സകലത്തിനും അവകാശിയാക്കി വെച്ച ഒരു കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: സകലത്തിനും അവൻ അവകാശിയാണ്. അവൻ മുഖാന്തരമാണ് ലോകത്തെ സൃഷ്ടിച്ചത്. അതിന് 3 വാക്യത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു: അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ആ ഒരു പോയിന്റ് മാത്രം ഇന്ന് ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്: നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ, പാപം മൂലം മരിച്ചിരിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ കടബാധ്യതകളിൽ ആഴക്കയത്തിൽ വളരെ ദുഃഖിച്ചും നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ഇനിയും മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾക്കൊരു സദ്വർത്തമാനം, ഒരു സന്തോഷ വാർത്ത ഇന്ന് ഞാൻ അറിയിക്കുകയാണ്.
വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ തിരുവചനം വിശ്വസിക്കുന്നുവെങ്കിൽ, ആ വചനത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഈ വചനത്തിന് എന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്നെ വിടുവിക്കാൻ കഴിയും, എന്നെ സഹായിക്കാൻ കഴിയും, എന്റെ ഈ അഗാധ ഗർത്തത്തിൽ കിടക്കുന്ന എന്നെ ഇതിൽ നിന്ന് കരകയറ്റാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, തിരുവചനം പറയുന്നു, ഈ വചനം നിങ്ങളെ ആ അഗാധ ഗർത്തത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഏത് അഗാധ ഗർത്തത്തിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ തിരുവചനം നിങ്ങളെ ആ ഗർത്തത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിൽ യോസഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, യാക്കോബിന്റെ പുത്രന്മാരിൽ ഇളയ പുത്രനായിരുന്ന യോസഫ് തന്റെ സഹോദരന്മാരാൽ അവനെ കൊന്നുകളയാൻ വേണ്ടി വളരെ പ്ലാനും പദ്ധതിയും ഇട്ട് സഹോദരന്മാർ അവനെ ആക്രമിച്ച് അവന്റെ വസ്ത്രമൊക്കെ പിടിച്ച് കീറി എടുത്ത് അവനെ വലിയൊരു പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവരെല്ലാം വിചാരിച്ചു അവൻ മരിച്ചു പോയെന്ന്. എന്നാൽ ദൈവം അവനോട് കരുണ തോന്നി. ദൈവത്തോടു കൂടെ വസിച്ച ഒരുവനായിരുന്നു യോസഫ്. ദൈവത്തെക്കുറിച്ചൊരു ദർശനം അവനുണ്ടായിരുന്നു. ദൈവത്തിങ്കൽ അവൻ കേൾക്കുന്നവനായിരുന്നു. ദൈവത്തിങ്കൽ അവൻ സ്വപ്നം പ്രാപിച്ചവനായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ആ സ്വപ്നം അവന് മേലുണ്ടായിരുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം എന്നെ വണങ്ങുന്ന ഒരു കാഴ്ച, ആ സ്വപ്നം അവന്റെ മേൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ ദൈവം കൊടുത്തിരുന്നു. ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? മനുഷ്യർ അവനെ കൊന്നുകളയാൻ ശ്രമിച്ചപ്പോൾ, സ്വന്തം സഹോദരന്മാർ അവനെ കൊന്നുകളയാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവന് സഹായകനായി വന്നു. അവനെ ആ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു കളഞ്ഞെങ്കിലും അവൻ മരിച്ചില്ല. അവനെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചൊരു ദൈവം. നോക്കണം, അവിടെ ആ ദൈവം അവനെ വഹിക്കുകയാണ്. ആരും അവനെ സഹായിക്കാനില്ല, ആരും അവനെ കൈത്താങ്ങാനില്ല. സ്വന്തം സഹോദരന്മാരെല്ലാം എതിരാണ്. അവൻ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒരു അഗാധ ഗർത്തത്തിൽ ഒരു ഇരുട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ദൈവം സഹായിക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. ഇതുപോലെ നീ ഇരുട്ടിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആരും സഹായിക്കാനില്ലാത്ത ഒരാളാണെങ്കിൽ, അവൻ ലോകത്തെല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞ് നീ ഒറ്റപ്പെട്ട് നിനക്ക് ഒരു മാർഗവുമില്ല എന്ന് നീ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിൽ കൂടെ നിന്നോട് പറയുന്നു, നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു തിരുവചനമുണ്ട്. വിശുദ്ധ വേദപുസ്തകം അത് പറയുന്നു. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭ, തേജസ് തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. അപ്പോൾ ഈ വചനം വഹിക്കുവാൻ കഴിയുന്ന വചനമാണ്. ഈ തിരുവചനം വഹിക്കുവാൻ കഴിയും. ഭൂമിയെ വരെ വഹിക്കാൻ കഴിയുന്ന, ഭൂമി ദൈവത്തിന്റെ വചനത്താൽ ഉളവായി എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആ വചനത്താലാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, അവൻ മുഖാന്തരം സകലവും ഉളവായി. പ്രിയമുള്ളവരെ, ഈ വചനത്തിന് നിങ്ങളെ വഹിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രയാസങ്ങളെ വഹിക്കാൻ കഴിയും. നിങ്ങളുടെ സങ്കടങ്ങളെ വഹിക്കാൻ കഴിയും. നിങ്ങളുടെ ദുഃഖങ്ങളെ വഹിച്ചുകൊണ്ട് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഇന്ന് ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ വചനത്തിന് നിങ്ങളുടെ സങ്കടക്കയത്തിൽ നിന്ന് കരകയറ്റുവാൻ കഴിയും? നിങ്ങളുടെ ആത്മഹത്യ പ്രേരണയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. നിങ്ങളെ ഒറ്റപ്പെടലിൽ നിങ്ങൾ ദുഃഖത്തോടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനം തരുവാൻ ഈ പരിശുദ്ധാത്മാവിൽ എഴുതിയ തിരുവചനത്തിന് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ എത്ര ഭാരങ്ങളും എന്റെ ചുമലിലോട്ട് ഇട്ടുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും, ഞാൻ നിങ്ങൾക്ക് സഹായം തരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവൻ ഞാൻ ഈ ഷോർട്ട് വചനം നിങ്ങൾക്ക് തരുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു എനർജിയായി തീരട്ടെ. ഈ വചനം നിങ്ങൾക്ക് ഒരു ചൈതന്യമായി തീരട്ടെ. ഈ ദൈവത്തിന്റെ വചനം സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ, അപ്പോൾ എല്ലാ പാപങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം തരുവാനും ഈ ക്രിസ്തുവിന് കഴിയും. പാപമോചനം നൽകുവാൻ, പാപമോചനത്തിന്റെ തിരുരക്തം, ഹല്ലേലൂയ, അതാണ് യേശുക്രിസ്തുവിന്റെ രക്തം. നിങ്ങളുടെ സകല പാപങ്ങളും പോക്കി നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. അതുകൊണ്ട് 1 യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങൾക്കും മോചനം നൽകുന്നു.
പുണ്യ രക്തം നമുക്ക് മോചനം നൽകുന്ന രക്തമാണ്. ആയതിനാൽ ആമേൻ പാപിയായിരിക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ആമേൻ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് ദൈവം കരുണ കൊടുക്കും. ആയതിനാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം തരുന്ന ഈ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിന്റെ എഴുതിയ വചനത്തെ വിശ്വസിക്കുക. ഈ തിരുരക്തത്തെ വിശ്വസിക്കുക. നോക്കണം, ഒന്നുകൂടി ഞാൻ പറയാം. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാട്ടിൽ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആൻഡ് അപ്ഹോൾഡ്സ് ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. ശക്തിയുള്ള വചനം, ഈ ശക്തിയുള്ള വചനം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഈ വചനം അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, എത്രയെത്ര കാര്യങ്ങൾ യൂട്യൂബിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും സോഷ്യൽ മീഡിയാസിൽ കൂടെയും മറ്റുള്ള മീഡിയാസിൽ കൂടെ നമ്മൾ ലഭിക്കുന്നു. ഇതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ എന്തെല്ലാം നമുക്ക് ബലഹീനതയുണ്ടോ, ക്ഷീണാവസ്ഥയുണ്ടോ, പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ടോ, അതെല്ലാം പരിഹരിക്കുവാൻ കഴിയുന്ന ശക്തിയുള്ള ദൈവ സാന്നിധ്യമാണ് തിരുവചനം എന്ന് പറയുന്നത്. ആയതിനാൽ ഇന്ന് ഞങ്ങൾ അത് വിശ്വസിക്കട്ടെ, ഈ വചനം വിശ്വസിക്കട്ടെ. വിശ്വാസം ദൈവത്തിന്റെ വചനത്താൽ വെളിപ്പെടുകയാണ്. ആയതിനാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ചലിക്കുന്ന ഒരു സ്വർഗീയ ദൈവമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കെന്നുള്ള ഫീലിംഗ് കളയുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിലെ എല്ലാ ഡോക്ടർമാരും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ നിരാശയുടെ അഗാധ ഗർത്തത്തിലായിരിക്കും കിടക്കുന്നത്. ആമേൻ. ഇന്ന് അവിടുന്ന് കരകയറുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം സകലത്തെയും വഹിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. അവൻ ക്യാൻസറിനെയും എത്ര ട്യൂമറിനെയും എത്ര വലിയ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളാണോ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന സർവശക്തിയുള്ള ഒരു ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. സകലത്തെയും അവൻ വഹിക്കുവാൻ കഴിയുന്നു. അവന്റെ വചനത്തിന് വഹിക്കാൻ കഴിയും. നിങ്ങൾക്ക് ദൈവത്തിന് സഹായിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം ഈ ഭൂമിയിലില്ല. ഭൂമിയെ അച്ചുതണ്ടിൽ സൃഷ്ടിച്ചവൻ, സൂര്യനെയും നക്ഷത്രങ്ങളെയും വാരി ആകാശത്ത് വിതറിയവൻ, ഭൂമണ്ഡലങ്ങൾ മുഴുവൻ ഉള്ള ധാതുക്കളെയും സർവഭൂമിയെയും പർവ്വതനിരകളെയും സസ്യങ്ങളെയും അഗാധമായ സമുദ്രങ്ങളെയും ആഴികളെയും തോടുകളെയും നദികളെയും ജീവജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവമാണ് പറയുന്നത് ഈ വചനത്തിന് നിങ്ങളെ വഹിക്കുവാൻ കഴിയും. നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും വഹിച്ചുകൊണ്ട് നിങ്ങളെ അതിൽ നിന്ന് കരകയറ്റാൻ കഴിയും. എന്തിനായി വഹിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങൾ മോചിച്ച് നിങ്ങളെ അവനോടൊപ്പം ഇരുത്താൻ വേണ്ടിയാണ് ഈ തിരുവചനം നമ്മളെ അറിയിക്കുന്നത്. പാപങ്ങൾ മോചിച്ചു കിട്ടിയ മനുഷ്യൻ അവനോടൊപ്പം വസിക്കും. ആരാണ് ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നത്? ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നത് അവന്റെ വിശുദ്ധന്മാരാണ്. അവന്റെ കൂടാരത്തിൽ വസിക്കുന്നത് അവൻ നീതിമാന്മാരാണ്. നീതിമാന്മാരുടെ കൂടാരങ്ങളിലാണ് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സന്തോഷത്തിന്റെ സുദിനം ഇതാ സംജാതമായിരിക്കും. ഇന്നത്തെ പ്രഭാതം, ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഒരു സന്തോഷത്തിന്റെ ദിവസമായി തീരും. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ആനന്ദത്തിന്റെ ദിവസമായി തീരും. കാരണം ദൈവത്തിന്റെ വചനം നിങ്ങളോടൊപ്പം വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളും ദുർഘടങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും നിങ്ങളെ അകന്നു പോകും. ഒരു രാജാവിനോടൊപ്പം നിങ്ങൾ പാർക്കാൻ തുടങ്ങിയാൽ ആ രാജാവിന്റെ നന്മ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങത്തില്ലേ? ഒരു രാജാവിന്റെ വീട്ടിലാണ് പാർക്കുന്നതെങ്കിൽ ആ രാജാവിന്റെ നന്മ നമ്മൾ അനുഭവിക്കാൻ പറ്റില്ലേ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശരീരം രാജാവിനിരിക്കാൻ വേണ്ടി നിർമ്മിച്ച മനോഹരമായ ഒരു ശരീരമാണ്. അതുകൊണ്ട് ആ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആയതിനാൽ നിങ്ങളുടെ ശരീരം കർത്താവിനായിട്ടൊന്ന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശരീരത്തിലാണ് കർത്താവ് വസിക്കുന്നത്. കൈപ്പണിയായ ക്ഷേത്രങ്ങളിലോ കൈപ്പണിയായ ഒന്നിലുമല്ല ദൈവം വസിക്കുന്നത്. ആമേൻ. കൈപ്പണിയല്ലാത്ത ഒരു മനുഷ്യൻ നിർമ്മിക്കാത്ത ഒരു ആലയമാണ് നമ്മുടെ ശരീരം.
മനുഷ്യന്റെ നിർമ്മിതമല്ല. അതെ, ഹല്ലേലൂയ, നിങ്ങളുടെ ശരീരം മനുഷ്യ നിർമ്മിതമല്ല. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ 1 മിനിറ്റിൽ 70 പ്രാവശ്യം ഹൃദയം ഇടിക്കുവാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദവും നിങ്ങളെ സഹായിച്ചത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? പ്രിയമുള്ളവരെ, അത് സ്വർഗസ്ഥനായ ദൈവം മാത്രമാണ്. 1 മിനിറ്റിൽ 70 പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നെങ്കിൽ, അത് രക്തം പമ്പ് ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. ശ്വാസകോശം ചലിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. കരൾ ഫംഗ്ഷൻ ചെയ്യുന്ന ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്ന ദൈവത്തിന്റെ കരമാണ്. ശരീരത്തിൽ ലക്ഷോപലക്ഷം ബ്ലഡ് ടിഷ്യൂസും അതെ ഫംഗ്ഷൻ ചെയ്യുന്ന ദൈവത്തിന്റെ കരമാണ്. ഈ തലച്ചോറിലുള്ള ന്യൂറോൺസ്, ലക്ഷക്കണക്കിന് ന്യൂറോൺസ് വർക്ക് ചെയ്തത് ദൈവത്തിന്റെ കരമാണ്, മനുഷ്യനിർമ്മിതമല്ല. ആയതിനാൽ അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ദൈവം വസിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തെയാണ് കണ്ടിരിക്കുന്നത്. ആയതിനാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും, സങ്കടങ്ങളും, ദുഃഖങ്ങളും വഹിക്കുവാൻ ആ ദൈവത്തിന് കഴിയും. ഒറ്റ കാര്യമേ ചെയ്യാൻ മതി. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ വകയാണെന്ന് നിങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്താൽ മാത്രം മതി. എന്റെ ശരീരത്തിലുള്ള എല്ലാറ്റിനെയും വഹിക്കുവാൻ ഈ വചനത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇന്നു മുതൽ വലിയൊരു സ്വാതന്ത്ര്യം കർത്താവ് തരാൻ പോകുന്നു. നിങ്ങൾക്ക് ഇന്നു മുതൽ നിങ്ങളുടെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുവാൻ പോകുന്നു. നിങ്ങളുടെ മുമ്പിലുള്ള അസാധ്യതകളെ സാധ്യമാക്കി തരുന്ന ഈ തിരുവചനം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, അതെ, അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ട നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാട്ടിൽ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഷോർട്ട് മെസ്സേജിൽ നിന്ന് വിരമിക്കുന്നു. May God bless you all. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏത് രാജ്യത്തിൽ, all viewers of all countries, I bless you in the precious name of Jesus, in the mighty name of Jesus. Be peace with you. Be happy always in the precious name of Jesus. I bless you all in the name of Jesus. All viewers of especially African nations, Nigeria, Ethiopia. I bless Ethiopia. I bless Ghana. I bless Nigeria. I bless Italy. I bless Brazil. In the precious name of Jesus. ഈ രാജ്യങ്ങളിലുള്ള എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ചുള്ള I bless all of you in the name of Jesus. യേശുവിന്റെ നാമത്തിലുള്ള അനുഗ്രഹം, യേശുവിന്റെ നാമത്തിലുള്ള ബ്ലെസ്സിങ് അയക്കുകയാണ്. ഇന്ത്യയിൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിലുള്ള ബ്ലെസ്സിങ് അയക്കുകയാണ്. ഇന്നെല്ലാം വാച്ച് ചെയ്യുന്ന, ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള അനുഗ്രഹങ്ങളും നന്മകളും സന്തോഷവും സമാധാനവും നേരുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമേ. ഇത് സുവിശേഷമാണ്, ഇത് തിരുവചനമാണ്. നിങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.